കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് 2020-2021 വർഷങ്ങളിലെ നികുതി അടയ്ക്കാനാണ് നിർദ്ദേശം. നടപടിക്കെതിരെ കോൺഗ്രസ് തിങ്കളാഴ്ച സുപ്രീം കോടതിയെ സമീപിക്കും. കേന്ദ്ര ഏജൻസിയുടെ നികുതി ഭീകരതയ്ക്കെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം നാളെയും തുടരും. 5 സാമ്പത്തിക വർഷങ്ങളിലെ നികുതി പുനർനിർണയത്തിന്റെ ഭാഗമായി 1823 കോടി രൂപ അടയ്ക്കാൻ കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയത്. ഇതുകൂടാതെ 2020-21, 2021-22 എന്നീ വർഷങ്ങളിലെ ആദായ നികുതി, പലിശ, പിഴ എന്നിവയും ആവശ്യപ്പെട്ടാണ് IT വകുപ്പിന്റെ പുതിയ നോട്ടീസ്. തുക വിവരങ്ങൾ പിന്നീട് വ്യക്തമാക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. 4 नोटिस हमें मिले थे, कल रात को 2 और नोटिस मिले हैं और आज मैं नहीं जानता हूं और कितने नोटिस आएंगे, क्योंकि अभी तक केसरी जी के ज़माने तक ही नोटिस आए हैं. उनके पहले भी कई कोषाध्यक्ष थे. ഇതുവരെ 10 സാമ്പത്തിക വർഷങ്ങളുടെ നികുതി പുനർനിർണയ നോട്ടീസാണ് ലഭിച്ചത്. തിങ്കളാഴ്ച ഈ മുഴുവൻ നോട്ടീസുകളും ചോദ്യം ചെയ്താകും സുപ്രീം കോടതിയിലെ കോൺഗ്രസിന്റെ ഹർജി. സമയപരിധി കഴിഞ്ഞ ശേഷമുള്ള നികുതി പുനർനിർണയം നിയമപരമല്ല, തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി, പെരുമാറ്റച്ചട്ട ലംഘനമാണ് തുടങ്ങിയ വാദങ്ങളാകും ഹർജിയിൽ ഉന്നയിക്കുക. അതേസമയം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. നേരത്തെ തന്നെ തീർപ്പായ ആദായ നികുതി കേസിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്ന് DK ശിവകുമാർ പറഞ്ഞു. നിയമ പോരാട്ടത്തിനൊപ്പം രാഷ്ട്രീയ പ്രതിരോധവും ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നും നാളെയും കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടികയിലുള്ളവരിൽ നിന്ന് 50,000 രൂപ പിരിച്ചെടുക്കാൻ ഒഡീഷ PCC നടപടി ആരംഭിച്ചു. റിപ്പോർട്ടർ, ദില്ലി.